പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുമിച്ച് നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ കാര്യങ്ങൾക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് ഇങ്ങനെയുള്ള ക്രമീകരണം ചെയ്തു തന്ന പാസ്റ്റർ ഹാപ്പി അലക്സാണ്ടർ, ടോം തോമസ് എന്നിവരോടുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 50 വരെയുള്ള വേദവാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. 47 മുതൽ 50 വരെയുള്ള വേദവാക്യങ്ങൾ. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പല സന്ദർഭങ്ങളിലായി സംസാരിച്ചിട്ടുള്ളതിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള 7 ഉപമകൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാൽ ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രധാനപ്പെട്ട 7 ഉപമകളും നമ്മുടെ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നാം പഠിക്കുമ്പോൾ ഈ 2 വേദഭാഗങ്ങളിലുമുള്ള സംഭവങ്ങൾക്ക് വളരെ സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് 7 ഉപമകൾ പറഞ്ഞിട്ടുള്ളത് വെളിപ്പാട് പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെയും 3-ാമത്തെ അധ്യായത്തിലെയും 7 സഭകൾക്കുള്ള ദൂതുമായി ഈ ഉപമകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ച വേദവാക്യം അങ്ങനെ തന്നെ ലോക അവസാനത്തിങ്കൽ സംഭവിക്കും. എന്താണ് ലോക അവസാനത്തിങ്കൽ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ വായിച്ചു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ വലയോട് സദൃശം. അത് കടലിലിട്ടു, ആ വല വലിച്ചു കയറ്റി അതിനകത്ത് മത്സ്യങ്ങളെ 2ആയി വേർതിരിച്ചു, നല്ലത് പാത്രത്തിൽ ആക്കി വെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. ഈ ലോകത്തിന്റെ അവസാനം ആകുന്നതിന് മുമ്പ് പ്രകൃതിയിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു ദിവ്യദാസൻ പ്രവചിച്ചു, കർത്താവായ യേശു ക്രിസ്തു വരുന്ന ദിവസവും സമയവും ഒക്കെ പ്രവചിച്ചു. പലരും അതിനുവേണ്ടി പ്രതീക്ഷയോടെ നോക്കി പാർത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവചനം അത് നിവർത്തിക്കപ്പെടുവാൻ ഇടയായില്ല. അദ്ദേഹത്തിന്റെ പ്രവചനം അനുസരിച്ച് യേശു വന്നില്ല. അനേകർ അതിനകത്ത് നിരാശരായി. എന്നാൽ ദൈവവചനം അറിയാവുന്ന ദിവ്യദാസന്മാർ അതിന് വിരുദ്ധമായി പ്രസംഗിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമുക്കാർക്കും അതിനെക്കുറിച്ച് ഒരു ദിവസം നിശ്ചയിക്കുവാൻ സാധിക്കയില്ല. നിനയാത്ത നാഴികയിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. എന്നാൽ ലോകത്തിന്റെ അവസാനത്തിന് മുൻപ്
സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന പത്രമാണ് മലയാള മനോരമ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ ആ മനോരമയ്ക്കകത്ത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ തലക്കെട്ട്, ഹെഡിങ് എന്ന് പറയുന്നത് സൂര്യന്റെ ആയുസ് എന്നുള്ളതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും ഇന്ന് നമ്മൾ സൂര്യനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകാശം അത് മങ്ങി മങ്ങി ഏതാനും ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് അത്യുഗ്രമായി ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ അത് കേവലം കറുത്ത് ഒരു കരിമ്പടം പോലെ മാറും. അതിനുള്ള സമയം വിദൂരത്തിലല്ല എന്ന് ആ ശാസ്ത്രജ്ഞൻ അതിനകത്ത് എഴുതി. അത് വായിച്ച പലരും ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാണ്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് എഴുതിയത് കൊണ്ട് പലരും അത് ശരിയാണെന്ന് വിലവെച്ചു. എന്നാൽ അദ്ദേഹം ആ കാര്യം എഴുതി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം, ഇന്ന് അത്യുഗ്രമായി ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അത് കേവലം ഒരു കരിമ്പടം പോലെ മാറുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനെല്ലാം കാരണമെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തനായ കർത്താവ്, സകലത്തിന്മേലും അധികാരമുള്ള കർത്താവ്, അവൻ വരുവാൻ സമയമായിരിക്കുന്നു എന്നുള്ളത് വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു വലയോട് സദൃശ്യമാണ്. അത് കടലിലിട്ടു, അതിനകത്ത് മീനുകളൊക്കെ കയറി അതിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു വലിയ പാഠം ഇതിനകത്തുനിന്ന് പഠിക്കാനുണ്ട്. ദൈവസഭ എന്ന് പറയുന്ന, അതായത് കർത്താവിന്റെ മക്കൾ ഒരുമിച്ച് കൂടുന്ന വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നതാണല്ലോ ദൈവത്തിന്റെ സഭ. ആ സഭയുടെ 3 കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിളിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചവന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. നമ്മുടെ 1-ാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഒരു സമയത്ത് നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. പൗലോസ് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടുമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ അത് ഓർപ്പിച്ച് ഉണർത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങൾ ഒരു സമയത്ത് ഈ പിശാചിന്റെ ബന്ധനത്തിൽ, ഈ അന്ധകാരത്തിൽ ഞാനും നിങ്ങൾ തപ്പി നടന്നപ്പോൾ ദൈവദാസനായിരിക്കുന്ന പത്രോസ് പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാന്റെ ഗുണം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന് ദൈവദാസനായിരിക്കുന്ന പത്രോസ് അതിനെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. ഞാനും നിങ്ങളും ഒരു സമയത്ത് ഈ അന്ധകാരത്തിന്റെ അധിപതിയുടെ കീഴിൽ ആയിരുന്ന സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപ എത്രയോ വലിയത്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശത്തിലാണ്.
ഇരുട്ടിന്റെ അധികാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു. ഈ അത്ഭുത പ്രകാശം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നതിന്റെ കാരണം സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ സാക്ഷാൽ സത്യവെളിച്ചമാണ്. അത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്ന് ദൈവവചനം പറയുന്നു. ഞാനൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് പറയാം. അതായത് ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ശൗലിനെ നമുക്കറിയാം. ആ ശൗല് ദൈവത്തിന്റെ സഭയെ ഉപദ്രവിക്കുവാൻ അധികാരികളിൽ നിന്നും അധികാരപത്രം വാങ്ങിക്കൊണ്ട് ദമസ്കോസിലേക്ക് പോകുമ്പോൾ തന്റെ വഴിയാത്രയിൽ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം അവന്റെ മേൽ ചുറ്റി മിന്നി. ആ സന്ദർഭത്തിൽ അവൻ നിലത്ത് വീണു. ആ സന്ദർഭത്തിൽ അവനോട് സംസാരിക്കുന്ന ഒരു ശബ്ദം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു. ആ സന്ദർഭത്തിൽ ശൗലിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അവന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുത പ്രകാശം അവന്റെ മേൽ ചുറ്റുമിന്നി. അവൻ രൂപാന്തരപ്പെട്ടു. അവൻ പൗലോസായി മാറി, സുവിശേഷം പ്രസംഗിക്കുന്നവനായി മാറി. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് ചോദിച്ചാൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ആ വെളിച്ചം നമ്മിൽ പ്രകാശിച്ചു. ഇന്ന് ഞാനും നിങ്ങളും അന്ധകാരത്തിൽ തപ്പി നടക്കുന്നവരല്ല, പിന്നെയോ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പിടിവിച്ച് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ ഇടവിടാതെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ ഒന്നാമത്തെ അനുഭവം. ഇനി രണ്ടാമത്തെ അനുഭവം ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക ഘട്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമാകുന്നു. അവിടെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പൗലോസ് അവിടെ പറയുന്നു, നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസം യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നു, ഇത് ഒരു അതിവിശുദ്ധ വിശ്വാസമാണ്. മാത്രമല്ല, ഇത് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്. മാത്രമല്ല, പൊതുവിൽ ഇത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസമാണ്. ആ ലഭിച്ചിരിക്കുന്ന വിശ്വാസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ വിശ്വാസം അവസാനത്തോളം മുറുക്ക പിടിക്കണം. ഒരു സമയത്ത് ദൈവകൃപയിലേക്ക് വന്ന് പിന്മാറിപ്പോകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ആ ദൈവകൃപയിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? അവർ അനേക ഘട്ടങ്ങളിൽ കൂടെ ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കേണ്ടതാണ്. അപ്പോ കർത്താവിന്റെ ഭാഗത്ത് ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ ചിലർ വിചാരിക്കുന്നത് കഷ്ടമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, പ്രതികൂലങ്ങളൊന്നുമില്ല. ഇല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അനേക കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്ദർഭത്തിലും ഞാൻ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്നെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്നെ നടത്തുവാൻ, അവൻ എന്നെ പുലർത്തുവാൻ, എന്റെ പ്രയാസത്തിൽ എന്നെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അനേക ഘട്ടങ്ങൾ വെളിപ്പാട് പുസ്തകം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങളിൽ എന്താ വായിക്കുന്നതെന്നറിയാമോ? അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഞാൻ ആ വെള്ള സിംഹാസനത്തെ കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അന്ത്യ ന്യായവിധിയെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്.
എന്നാൽ അവിടെ വായിക്കുന്ന വേദഭാഗം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, യേശുവിന്റെ സാക്ഷ്യം നിമിത്തം, സുവിശേഷ നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ അവിടെ കണ്ടു. അതിനുശേഷം അതേ ഭാഗത്ത് വായിക്കുന്ന ഒരു കാര്യം, അവരെ ജീവിച്ച് എഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രിയപ്പെട്ടവരെ, യാതൊരു ദയയും കൂടാതെ സുവിശേഷ വിരോധികൾ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ വായിച്ചതാണല്ലോ, ഏകദേശം 21 ഈജിപ്തുകാരെ, അവർ ക്രിസ്ത്യാനികളാണ്, അവരെ ചെയ്തത് 21 പേരുടെ തല അറുത്ത് കളഞ്ഞ് അവര് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് അവർ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം, ദൈവത്തിന്റെ വചന നിമിത്തം അവരെ തല ഛേദിക്കപ്പെട്ടു എങ്കിൽ ഒരു സമയത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു വന്ന് അവന്റെ സന്നിധിയിൽ അവരൊക്കെ ജീവിച്ച് എഴുന്നേറ്റ് കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്ന ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, സുവിശേഷ നിമിത്തം തല ഛേദിക്കപ്പെടട്ടെ, സുവിശേഷ നിമിത്തം നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, എന്നാൽ അതിനകത്ത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. അവന്റെ കൂടെ 1000 ആണ്ട് നമ്മൾ വാഴും. മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 24, 27, 28 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്താ വായിക്കുന്നത്? അന്ന് അവൻ സകല കർത്തൃത്വത്തിനും അധികാരത്തിനും എല്ലാം നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അതാണ് ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നിത്യത എന്ന് പറഞ്ഞാൽ, ഇന്ന് കാണുന്ന വ്യവസ്ഥിതികൾ, ഇന്ന് കാണുന്ന ഭരണകൂടങ്ങൾ, ഇന്ന് കാണുന്ന ഭരണ സമ്പ്രദായങ്ങൾ, ഇന്ന് കാണുന്ന നേതാക്കന്മാർ, ഇവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു നിത്യമായ രാജ്യം സ്ഥാപിച്ച് ദൈവജനത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണിന് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, സകല ദൈവജനത്തിനും വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കുന്നു. അവൻ എല്ലാ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അത് നമ്മുടെ കർത്താവും തന്റെ ദൈവമക്കളുമായി 1000 ആണ്ടല്ല, നിത്യയുഗങ്ങൾ നിത്യത കഴിക്കുന്ന ഒരു ദിവസമാണ്. ആ മനോഹര ദിവസം വരാറായി. അതാണ് നമ്മൾ വായിച്ചത്. ഈ ലോകത്തിൽ വല വലിച്ചു കയറ്റാറായി. മീനുകളെ 2ആയിട്ട് വേർതിരിക്കാൻ പോകുന്നു. ദുഷ്ടന്മാരെ ദൈവം വേർതിരിക്കും, നീതിമാന്മാരെയും വേർതിരിക്കും. നീതിമാന്മാർ കർത്താവിന്റെ രാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ അവർ ശോഭിക്കാൻ പോകുകയാണ്. ആ മനോഹരമായ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ പറ്റിപ്പിടിക്കാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ കർത്താവ് വരാറായിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ തുടർന്ന് ദൈവത്തെ നമുക്ക് ശ്രമിക്കാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവത്തിൽ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവരെ സഹായിക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.